ഇപ്പോൾ കണ്ടോ നോക്കിയാൽ അറിയാം ഇത് പിടിച്ച റംബുട്ടാനാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ കായ്കൾ ഇതിനകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിനൊരു പ്രതിവിധി എന്ന രീതിയിലാണ് റംബുട്ടാൻ്റെ കായ്കൾ പൊഴിയാതിരിക്കാനും കായ്കൾക്ക് വലിപ്പം വെക്കാനും ഒക്കെ ആയിട്ടാണ്. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കരികിലയെല്ലാം ഉണങ്ങിയ കരികിലയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ തണുപ്പ് ഇതിൽ നിൽക്കും. അപ്പം ജലസേചനത്തിൻ്റെ ഇടവേള നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്ന മാവ് എല്ലാത്തിൻ്റെ പഴങ്ങൾ പറിക്കും, ആ പഴം അങ്ങ് പറിച്ചെടുക്കുകയാണ്. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ കൊലയായിട്ട് ഇത് താഴെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ താഴെ നിന്ന് കട്ട് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ശാഖകൾ പുതിയതായിട്ട് വരിക. കണ്ടോ ഇതിൻ്റെയൊക്കെ ശാഖകൾ വന്നിരിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൻ്റെ ചുവട്ടിലെ വേരുകളെല്ലാം കൂടുതൽ വലിച്ച് പക്കുവേരുകൾ കൂടുതൽ പുറത്തേക്കായിരിക്കും. വളം വലിക്കുന്നതും വെള്ളം വലിച്ചെടുക്കുന്ന എല്ലാം വേരുകൾ കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ദൂരോട്ട് മാറിയിട്ടേ നമ്മൾ വളം ചെയ്യാൻ പറ്റും. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റംബുട്ടാനെ പറ്റിയാണ്. അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പൂവിട്ട ശേഷം അത് എങ്ങനെ പരിചരിക്കണം, അതിൻ്റെ പരിചരണ മുറകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെയുള്ള സ്ഥലത്ത് നടണം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇത് എൻ്റെ പുറകിൽ നിൽക്കുന്നത് മഞ്ഞ ഇനത്തിൽപ്പെട്ട റംബുട്ടാനാണ്. ഇതിപ്പോൾ നമുക്കറിയാം അതിൻ്റെ പൂവിൻ്റെ സമയം കഴിഞ്ഞു. പൂവെല്ലാം പിടിക്കാനുള്ളതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂ പൊഴിഞ്ഞ് ഇനിയിപ്പോൾ കായ പിടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാം ചെറിയ ചെറിയ കായകൾ പിടിച്ചിരിക്കുന്നു. അതിനകത്ത് വലിയ കായകളുണ്ട്, കുറച്ച് വലിപ്പമുള്ളതൊക്കെ ഉണ്ടായിട്ട് പിടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നോക്കിയാൽ അറിയാം ഇത് പിടിച്ച റംബുട്ടാനാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ കായകൾ ഇതിനകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ഒരു പരിധി വരെ പിടിക്കത്തുള്ളൂ. ചൂട് കൂടി കഴിഞ്ഞാൽ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകും. അപ്പം അതിനൊരു പ്രതിവിധി എന്ന രീതിയിലാണ് റംബുട്ടാൻ്റെ കായകൾ പൊഴിയാതിരിക്കാനും കായ്കൾക്ക് വലിപ്പം വെക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഈ ചെടിക്കൊക്കെ ആണെങ്കിൽ 1/2 കിലോ പൊട്ടാഷ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വലിയ ചെടികളൊക്കെ ആണെങ്കിൽ 1 കിലോയെങ്കിലും ചേർത്ത് കൊടുക്കണം. പൊട്ടാഷ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കായ്ക്ക് വലിപ്പം കൂടും, കായ്കൾ പൊഴിയാതിരിക്കും. ഒരു പരിധി വരെ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് പൊട്ടാഷ്. അപ്പം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരു 1-2 അടി മാറി ഇങ്ങനെ വെതറി കൊടുക്കണം പൊട്ടാഷ്. സാധാരണ നമ്മൾ വളം കൊടുക്കുന്നത് ഇങ്ങനെ ചാരു പോലെയാക്കി അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റംബുട്ടാൻ അങ്ങനെയല്ല, നമ്മളത് എടുത്തിട്ട് വെതറി കൊടുക്കണം. അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ വെതറി കൊടുത്തിട്ട് ശരിക്കും നനച്ചു കൊടുക്കണം. നമുക്കറിയാം നമ്മൾ പല രീതിയിൽ ജലസേചനം നടത്തുന്നുണ്ട്. പൈപ്പ് പിടിച്ച് ധാരാളം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പൈപ്പ് പിടിച്ച് നനച്ചു കൊടുക്കും. അതല്ല എങ്കിൽ നമ്മൾ സ്പ്രിങ്ക്ലർ രീതിയിൽ നനച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ സ്പ്രിങ്ക്ലർ ഒക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വലിയ സ്പ്രിങ്ക്ലർ കൊടുക്കാൻ പാടില്ല. ചെറിയ ഗാർഡനിൽ കൊടുക്കാൻ സ്പ്രിങ്ക്ലറൊക്കെ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ പൂക്കളൊക്കെ കായ്കളൊക്കെ ഇങ്ങനെ താഴോട്ട് കമ്പ് ഇത്രയും താഴെ വന്നിട്ടാണ് കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും പൂ ഇട്ട് കഴിഞ്ഞാൽ ആ പൂവിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള രീതിയിലുള്ള ജലസേചനം തുള്ളി തന്നെ ആയിക്കോട്ടെ ഏത് രീതിയിൽ വേണേൽ നിങ്ങൾക്ക് അവലംബിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജലസേചനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പൊട്ടാഷ് ശരിക്കും വിതറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനച്ചു പോകണം. നമ്മൾ ചുമ്മാ അങ്ങ് വെറുതെ നനച്ചു അത് അലുത്ത് മണ്ണിലേക്ക് ലയിച്ച് വരണം. അപ്പോൾ ഇത് ലയിച്ച് വരണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കെട്ടി നിർത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ജലസേചനം നടത്താൻ പറ്റുന്നതാണ്. അപ്പം ശരിക്കും അതിൻ്റെ ചുവട് തടം നിറച്ച് നനഞ്ഞിരിക്കണം. അതിന് ചുറ്റുപാടുമൊക്കെ നനഞ്ഞിരുന്നാൽ മാത്രമേ അത് ആ പൊട്ടാഷ് മണ്ണിലേക്ക് ഇറങ്ങുകയും ആ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇലകൾ തന്നെ വീണ് ഇഷ്ടംപോലെ ചപ്പുണ്ടാവും. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ചുവട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ വളമൊക്കെ ഇട്ട് നമ്മൾ വേറെ വളമിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കരികിലയെല്ലാം ഉണങ്ങിയ കരികിലയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ തണുപ്പ് ഇതിൽ നിൽക്കും. അപ്പം ജലസേചനത്തിൻ്റെ ഇടവേള നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നനയ്ക്കുന്നതാണെങ്കിൽ നല്ല ഈ ചപ്പൊക്കെ ഇട്ട് കരികിലയൊക്കെ ഉണങ്ങിയതിന് ചുവട്ടിൽ വെതറിയ ശേഷം നനയ്ക്കുവാണെങ്കിൽ അത് കാലയളവ് കുറയ്ക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും. കുറയ്ക്കുകയല്ല, കൂട്ടാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് സാമ്പത്തിക ലാഭം കിട്ടും. കാരണം അറിയാം നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ ഇപ്പം വളരെ ജലദൗർബല്യത ഉള്ള സമയമാണ്, കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സമയമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊക്കെ രീതികൾ അവലംബിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജലസേചനം കുറച്ചും മതി. അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. തണുപ്പും നിൽക്കും,
അത് എപ്പോഴും നമുക്ക് ഈർപ്പം നിലനിർത്താൻ പറ്റുന്ന ഇതാണ് ഈ ചകിരിച്ചോറ്. ഈ ചകിരിച്ചോറ് നമ്മൾ സാധാരണ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ കറ കളഞ്ഞ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം ചകിരിച്ചോറൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ തേങ്ങ കുറവായതിൻ്റെ പേരിൽ പല കമ്പനികളും പൂട്ടിക്കിടക്കുകയാണ്. എങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അവലംബിക്കാൻ പറ്റുന്നതാണ് ചകിരി കമത്തി വെക്കുക. കമത്തി എങ്ങനെ ചൂടിൽ ഇങ്ങനെ കമത്തി വെച്ചാലും അതിന് ഈർപ്പം പോകാതെ നിലനിർത്താൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഈർപ്പം ചുവട്ട് നിലനിർത്താൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ ജലാംശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കായ്ക്കൊക്കെ വലുപ്പം കൂടും. ഈ പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുമ്പോൾ പൊഴിയാതിരിക്കും. അതുപോലെ തന്നെ ജലസേചനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നനവ് കിട്ടുമ്പോൾ ഇതിൻ്റെ കായ്കളുടെ വലുപ്പം കുറയാതെ ഇരിക്കും. നല്ല ചില സമയത്തൊക്കെ കുറച്ച് മധുരം കുറയാൻ സാധ്യതയുണ്ട് ജലസേചനം കൊടുത്തു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ നല്ല ഡ്രൈ ആണെങ്കിലാണ് കൂടുതലും ഇതിൻ്റെ പഴത്തിന് മധുരം കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഈ ഇതിനെപ്പറ്റി പറയാനുണ്ട്. പിന്നെ ഈ റംബുട്ടാന് പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നുമില്ല. നമുക്കറിയാം ഇതിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കും ഈ ഇലകരിച്ചിലൊക്കെ ഉണ്ട്. ഈ ചൂട് കൂടുതൽ ഉണ്ടാകുന്നതാണ്. അത് ജലസേചനമൊക്കെ മുഖാന്തരം ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റ് രോഗബാധകളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കാണപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നമുള്ളത് പക്ഷികളുടെ ഉപദ്രവമാണ്. വവ്വാല്, പക്ഷികൾ, ഇതൊക്കെ ഇതിൻ്റെ പഴം ഇത് നല്ല ടേസ്റ്റുള്ള കാരണം അത് കൊത്തിക്കൊണ്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വലയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് ചെറിയ കണ്ണി അടുപ്പമുള്ള വലകളുണ്ട്. അത് നമ്മളിതിൻ്റെ മേലെ കൂടെ ഇട്ട് നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യും. ഈ റംബുട്ടാന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങുമ്പം തന്നെ അതിൻ്റെ ശരിയായ രീതിയിൽ പരിപാലനം കൊടുത്താൽ മാത്രമേ ഈ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മൾ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ കമ്പൊന്നും കോതാതെ അല്ലെങ്കിൽ അത് വളച്ചു കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് പൊങ്ങി അങ്ങ് പോകും. പൊങ്ങി പോകുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ നമുക്ക് വലയിടാനൊക്കെ വിഷമമായിരിക്കും. അപ്പം നമ്മളിത് ആദ്യം മുതലേ ഇതിൻ്റെ കമ്പുകളൊക്കെ ചെരിച്ച് കൊടുത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് നേരെ പോകുന്ന കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ഇത് ബ്രാഞ്ചസൊക്കെ വന്ന് ബുഷായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള പരിചരണം കൊടുത്തുകൊണ്ട് വേണം കൊണ്ടുവരാൻ. അല്ലാതെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ ഒതുക്കാമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം നിങ്ങൾ നോക്കിയേ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളതുള്ളൂ. നമ്മുടെ റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുടം പോലെ ഇങ്ങനെ ഒരു കൂണ് ഇങ്ങനെ നൂർന്നിരിക്കുന്ന പോലെയാണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ബുഷായിട്ട്. നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ച് ഇതിൻ്റെ അടിയിൽ നിന്ന് നോക്കിയാൽ അറിയാം എത്ര ഉയരത്തിലാണ് ശാഖകൾ വന്നിരിക്കുന്നത്. ഒരടിക്ക് മേലെയാണ് ഇതിൻ്റെ ശാഖകൾ വന്നിരിക്കുന്നത്. ബുഷായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ 2-3 റംബൂട്ടാൻ്റെ എല്ലാം ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് നമ്മൾ ആദ്യം തൊട്ട് ശ്രദ്ധിച്ചുകൊണ്ടാട്ടോ ഇതെല്ലാം കണ്ടോ നല്ല ബുഷായിട്ട് നല്ല. നമ്മൾ ഇതിനകത്ത് മൈക്രോ സ്പ്രിംഗ്ലറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്പ്രിംഗ്ലർ അധികം ഹൈറ്റിൽ നമുക്ക് വെള്ളം പോകത്തില്ല. അപ്പോൾ ഇത് ജലസേചനം കിട്ടുകയും ചെയ്യും, നനവ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 2 ദിവസം മഴ കിട്ടുകയാണ്, ഞങ്ങൾ നനച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഇതിന് പഴമൊക്കെ ആയി നമ്മൾ കായ് പറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നമുക്ക് ഇതിനൊരു ചെറിയൊരു പരിചരണം ആവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയെല്ലാം പഴം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന തന്നെ മാവ് എല്ലാത്തിൻ്റെ പഴങ്ങൾ പറിക്കും, ആ പഴം അങ്ങ് പറിച്ചെടുക്കുക ചെയ്യുന്നത്. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ കൊലയായിട്ട് ഇത് താഴെ കട്ട് ചെയ്തിടണം. ഇങ്ങനെ താഴെ നിന്ന് കട്ട് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ശാഖകൾ പുതിയതായിട്ട് വരിക. കണ്ടോ, ഇതിൻ്റെയൊക്കെ ശാഖകൾ വന്നിരിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇങ്ങനെ ശാഖകൾ വരും. ശാഖകൾ വരുന്ന ബുഷായിട്ട് ചെയ്യും. നമുക്ക് നിറയെ കായ്കൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ പരിചരണം, കായ് വിളവെടുപ്പിൽ വരെ നമ്മൾ ശ്രദ്ധിക്കണം. അത് പിറ്റത്തെ വർഷത്തെ നമ്മുടെ ഉൽപ്പാദനത്തെ ബാധിക്കും, നമ്മുടെ ഈ കായ്കൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ. അപ്പം നമ്മൾ പ്രൂണിങ് നടത്തുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ പുതിയ ശാഖകൾ വരികയും അടുത്ത കൊല്ലം കൂടുതൽ ആയിട്ട് നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടുകയും ചെയ്യും. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം ഞാൻ നിങ്ങളെ വളം ഇടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. പൊട്ടാഷ്യം ഇടുന്ന രീതി. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, നല്ല ബുഷായിട്ട് നിൽക്കുന്ന കാരണം. ഇതാണ് പൊട്ടാഷ്യം ഇടാൻ പോകുന്നത്. കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ ഈ വളം ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് അകലം പാലിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ ചുവട്ടിലെ വേരുകളല്ല കൂടുതൽ വലിച്ചത്, പക്കുവേരുകൾ കൂടുതൽ പുറത്തേക്കായിരിക്കും. വളം വലിക്കുന്നതും വെള്ളം വലിച്ചെടുക്കുന്ന എല്ലാം വേരുകൾ കുറച്ച് ദൂരെയായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ദൂരോട്ട് മാറിയിട്ടേ നമ്മൾ വളം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളമിട്ട് ഇപ്പം നമ്മൾ
ഒരു അരക്കല ഇപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളവിട്ട ശേഷം നമ്മൾ ഇത് നനച്ചു കൊടുക്കും. ഇത് മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ മഴ പെയ്തില്ലെങ്കിൽ മാത്രമേ സ്പ്രിംഗ്ലർ ഇട്ട് കൊടുക്കുള്ളൂ. ഉണ്ടോ? ഇങ്ങനെയാണ് വളപ്രയോഗം. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഞാനൊരു റംബൂട്ടാൻ കൊണ്ടുപോയി വെച്ചിട്ട് അത് കായ്ക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ശരിയായ രീതിയിൽ പരിചരണം കൊടുക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് റംബൂട്ടാൻ കായ്ക്കാൻ. അത് നമ്മുടെ സാധാരണ ബെഡ് അല്ലാത്തത് നാടൻ കുരു കിളിപ്പിച്ച തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കായ്ക്കാൻ താമസിക്കും. ഒരു 6-7 വർഷമൊക്കെ ആവും. അതും നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ കായ്ച്ച് ഉൽപ്പാദനം കിട്ടണമെന്നില്ല. അത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നല്ലോണം കിട്ടും, അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ കായ്ക്കണമെന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ റംബൂട്ടാൻ നടുമ്പം ബെഡ് ചെയ്ത റംബൂട്ടാൻ മാത്രമേ നമ്മൾ വാങ്ങി നടാൻ പാടുള്ളൂ. അത് കുറേ ഇനങ്ങളുണ്ട്. സ്കൂളിൽ പോയി മൽബാന കുറേ ഉണ്ട്, NIT കുറേ ഇനങ്ങളുണ്ട്. എല്ലാ ഇനങ്ങളും നല്ലതാണ്. ഇത് മഞ്ഞ ഒരൊറ്റ ഇനം ഇറങ്ങിയിട്ട് ഇത് മഞ്ഞയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ബെഡ് ചെയ്ത തൈകൾ മാത്രമേ നമ്മൾ നടാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തൈ നടുന്ന സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ്. റംബൂട്ടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം സൂര്യപ്രകാശം നല്ലവണ്ണം കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഈ റംബൂട്ടാൻ തന്നെയാണെങ്കിൽ വല്ല തെങ്ങിൻ്റെയോ കവുങ്ങിൻ്റെയോ ഇടയിലോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് വെച്ച് പോകും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അവിടെ എല്ലാം ഫുള്ള് നമുക്കിവിടെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ 3ാമത്തെ വർഷം ബെഡ് ചെയ്ത റംബൂട്ടാൻ നിങ്ങൾക്ക് ഉൽപ്പാദനം പൂട്ടിരിക്കും, ഉറപ്പാണ്. അത് നമ്മുടെ നേഴ്സറികളിൽ കൂടയ്ക്കകത്തിരുന്ന് തന്നെ ഇതിനകത്ത് പൂവുകളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊണ്ടേ വെക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പൂക്കൾ ഉണ്ടാകാതെ കായ്ക്കാതെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ബെഡ് ചെയ്ത തൈകൾ മാത്രമേ നടാവുള്ളൂ. പിന്നെ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് വെക്കാവുള്ളൂ. അതും നല്ല 2.5 അടി, മിനിമം 2.5 അടി കുഴിയെടുത്ത് അതിനകത്ത് നല്ലോണം ജൈവവളമൊക്കെ ഉപയോഗിച്ച് അത് കുഴി മൂടി, നല്ല മഴക്കാലമാണെങ്കിൽ 10 ദിവസം മഴ നനഞ്ഞ് ആ മണ്ണ് അമർന്ന ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് ആ കൂടയുടെ കണക്കിന് കുഴിയെടുത്തിട്ട് റംബൂട്ടാൻ വെക്കാവുള്ളൂ. ചിലർ ചോദിക്കും, കുഴിയെടുത്തിട്ട് അന്നേരം തന്നെ വെക്കത്തില്ലേ? അത് അങ്ങനെ ബെഡ് ചെയ്ത തൈകൾ നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയേണ്ട കാരണം, നമ്മൾ ഒരു കുഴിയെടുത്ത് 2.5 അടി കുഴിയെടുത്തു, അതിലേക്ക് നമ്മൾ ബെഡ് ചെയ്ത തൈ, ഏത് തൈയാണേലും റംബൂട്ടാൻ ആയിക്കോട്ടെ ഏത് തൈയാണ്, നമ്മളങ്ങ് വെക്കും. ആ ബെഡിൻ്റെ അവിടം വരെ മണ്ണിട്ട് മൂടി വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും മഴ നനഞ്ഞ ഈ വെള്ളത്തിൻ്റെയൊക്കെ വെയിറ്റ് വരുമ്പോൾ ഈ മണ്ണ് അമർന്നിരിക്കും. അപ്പം ബെഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെഡിൻ്റെ ആ ഭാഗങ്ങളെല്ലാം സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഊർന്ന് വന്ന് ആ ഭാഗം മൂടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതാണ് നമ്മുടെ മണ്ണ് അമർന്ന് ഇരുന്ന ശേഷം മാത്രമേ തൈകൾ വെക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ബെഡ് തൈകൾ മാത്രം, മറ്റുള്ള തൈകൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിചരണ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റംബൂട്ടാൻ കായ്ക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ നമ്മളെ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൃഷിക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലരും അവരുടെ സ്വന്തം അനുഭവങ്ങൾ നമ്മോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ തൈകളൊക്കെ നമ്മുടെ ഫാമിൽ ലഭ്യമാണ്. റംബൂട്ടാൻ പല വെറൈറ്റീസ് എല്ലാം ലഭ്യമാണ്. ആവശ്യക്കാർ നമ്മുടെ ഫാമുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് കാങ്കോൾ വൈപ്പിരി എന്ന സ്ഥലത്താണ്. പലരും ചോദിക്കാറുണ്ട്, നേഴ്സറി എവിടെയാണ്, ഞങ്ങൾക്ക് വരാനുള്ള റൂട്ട് എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഓർമ്മപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ചെറുപുഴ റോഡിൻ്റെ സൈഡിൽ വൈപ്പിരി എന്ന സ്ഥലത്താണ് ഈ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ പൂക്കളത്തിൽ അഗ്രിഫാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.